എനിക്കൊരു കാര്യം പറയാനുണ്ട്. അമ്മയുടെ ഓപ്പറേഷന് 5 ലക്ഷം രൂപ കൂടി അടയ്ക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതെന്റെ മമ്മി തരണായിരിക്കും അല്ലേ? ഇപ്പൊ മമ്മിക്ക് മനസ്സിലായില്ലേ ഇന്നലെ ഇവിടെ എന്തിനാ ഇവിടുന്ന് ബഹളം വെച്ച് പോയതെന്ന്? വില കൂട്ടി ചോദിക്കാൻ തന്നെ. അതിന് കൃത്യമായി കൂട്ടു നിൽക്കാൻ ഇവളെ പോലുള്ളവരും. ഇന്ന് 5 ലക്ഷം ചോദിക്കും, നാളെ അത് 50 ലക്ഷം ആവും. അവരുടെ വിലപേശലിനെ മമ്മി നിന്നു കൊടുക്കണ്ട. പണം ഞാൻ തരാം, പക്ഷെ എനിക്കൊരു കണ്ടീഷനുണ്ട്. നിനക്കിവിടെ നിൽക്കാനായിട്ട് കൂടുതൽ താല്പര്യമൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. നിനക്ക് പോകണ്ടേ? അല്ല, നമ്മൾ തമ്മിലുള്ള കരാറുകളെല്ലാം അവസാനിപ്പിച്ച് നിനക്ക് പോകണ്ടേന്നാ ഞാൻ ചോദിച്ചത്. പോണം. നവീന്റെ മുമ്പിൽ ഇപ്പൊ നീ നടത്തുന്ന അഭിനയം ഉണ്ടല്ലോ, അത് അവസാനിക്കുന്നത് വിവാഹ ദിവസമായിരിക്കും. അന്ന് കണക്കുകളെല്ലാം അവസാനിപ്പിച്ച് നിനക്ക് പടിയിറങ്ങാം. കതിർ മണ്ഡപത്തില് ഗാഥമോൾക്ക് പകരം കയറേണ്ടത് നീയാ. നവീൻ നിന്റെ കഴുത്തിലായിരിക്കും താലി കെട്ടുന്നത്. കെട്ടാനോ? മറുപടി അവള് പറയും. നവീൻ നിന്റെ കഴുത്തിൽ താലി കെട്ടി കഴിഞ്ഞാൽ കതിർ മണ്ഡപത്തിൽ നിന്ന് കളരിക്കിലേക്ക് പോകുന്നത് ഗാഥമോളായിരിക്കും. അതോടെ നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, നീ സ്വതന്ത്രയായി. അമ്മ പറഞ്ഞിട്ട് കാര്യമില്ല. കൂടെ കൂടെ ചോദിച്ചിട്ട് ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. അതിന്റെ ആകാംക്ഷയില് പുറപ്പെട്ടു പോയതായിരിക്കും. തങ്കേച്ചി ആരാന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥയെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അതെ, പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇനി അത് പ്രശ്നം തന്നെയാ സുനന്ദേച്ചി. ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും അമ്മ ഇനി അവിടെ പോവാതിരിക്കോ? പ്രത്യേകിച്ച് അമ്മ പറഞ്ഞത് കേട്ടില്ലേ, എന്റെ ഫോട്ടോ എടുത്ത് കാണിച്ചോന്ന്. അതിൽ കൂടുതൽ അമ്മയ്ക്ക് പിന്നെ എന്ത് തെളിവാ വേണ്ടത്? അയ്യോ, എല്ലാം കൂടി ആലോചിച്ചിട്ട് എന്റെ തല പൊളിയുന്നുണ്ട്. എങ്ങനെങ്കിലും അമ്മയുടെ ഓപ്പറേഷൻ നടത്താന്ന് വിചാരിച്ചതാ. അടിമപ്പണി ചെയ്താലും കുഴപ്പമില്ലാന്ന് കരുതി. അപ്പൊ അവരുടെ ആവശ്യം കേട്ടില്ലേ? അതല്പം ക്രൂരമായി പോയി മോളെ. ഇങ്ങനെ ഒരു കുരുക്ക് ഇക്കാര്യത്തിൽ ഉണ്ടാവുമെന്ന് സുനന്ദേച്ചി കരുതിയില്ല. എന്ത് നിസ്സാരമായിട്ട് അവര് പറയുന്നേ? ഒരാൾക്ക് താലി കെട്ടാൻ കഴുത്ത് നീട്ടി കൊടുക്കാനോ? കാശിന്റെ അഹങ്കാരം തന്നെ, അല്ലാതെ എന്താ? സുനന്ദേച്ചിക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ? ഇത്രയും കാലം അവര് പറഞ്ഞിരുന്നില്ലേ ഗാഥയുടെ നവീന്റെ വിവാഹത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്? ഇത് തന്നെയാ പ്രശ്നം. മോളെ, മോൾ അമ്മയോടങ്ങ് ക്ഷമിക്ക്. അമ്മ ഇനി ഒരു കാര്യം മോളോട് ചോദിക്കാണ്ട് ചെയ്യില്ല. ആ പയ്യന് നിന്നെ ഇഷ്ടമാണല്ലോ. അമ്മയ്ക്ക് എന്തേലും പറ്റിയാൽ തന്നെ അങ്ങനെ ഒരാളും ആ കുടുംബം ഉണ്ടാവുമല്ലോ. അതൊക്കെ ആലോചിച്ചപ്പോ ഒന്ന് ചെന്ന് അന്വേഷിച്ചു പോയതാ. അതൊന്നും സാരല്ല. ഒന്നും കഴിച്ചിട്ടില്ലാന്ന് നിന്റെ മുഖം കണ്ടാൽ അറിയാം. അമ്മ വയറ് തരാൻ നിനക്ക് കുറച്ചെന്തെങ്കിലും ഒന്ന് കഴിക്കേ. എല്ലാം നിനക്ക് ഇഷ്ടപ്പെടുന്ന കറികൾ തന്നെയേ. അമ്മയുടെ മോള് കഴിക്കില്ലേ? കഴിച്ചില്ലെങ്കിലേ നീ ഒരിക്കലും അമ്മയോട് ക്ഷമിക്കില്ലെന്നാ ഞാൻ കരുതുക.
കതിർ മണ്ഡപത്തില് ഗാഥമോൾക്ക് പകരം കേറേണ്ടത് നീയാ. നവീൻ നിന്റെ കഴുത്തിലായിരിക്കും താലി കെട്ടുന്നത്. മോളെ മോളെ കൃഷ്ണേ, ചേച്ചി, ഈ കള്ളത്തരം മുഴുവൻ ഞാൻ കാണിച്ചത് അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ. എന്നിട്ടും ഒടുക്കം ഇങ്ങനൊരു അവസ്ഥ വന്നല്ലോ. നീ സമാധാനായിട്ടിരിക്കേ. ഞാൻ ഗോപാലേട്ടനെ വിളിച്ചിട്ടുണ്ട്. ഗോപാലേട്ടൻ ഇപ്പൊ തന്നെ വരും. അമ്മ കരുതുന്നത് അമ്മ നവീന്റെ വീട്ടിലേക്ക് പോയതിലുള്ള ദേഷ്യത്തിലാ ഞാൻ അമ്മയോട് പിണങ്ങിയിരിക്കുന്നെന്നാ. പക്ഷെ അതല്ല സുനന്ദേച്ചി, എല്ലാത്തിനും അവരല്ലേ കാരണം. എന്റെ കഴുത്തില് എന്റെ അനുവാദം ഇല്ലാതെ ഒരാള് താലി കെട്ടെന്ന് പറഞ്ഞില്ലേ സിത്താര മാഡം?